ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ബോണസ് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 400 ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെ സമരം ആരംഭിച്ചത്. എയർ ഇന്ത്യ സാറ്റ്സ് കരാർ തൊഴിലാളികൾ പണിമുടക്കിയതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന കാർഗോ നീക്കത്തിലും പല വിമാന സർവീസുകളിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു. പണിമുടക്കുന്ന ജീവനക്കാർക്ക് പകരം ജീവനക്കാരെ നിയോഗിക്കുന്ന നടപടികൾക്കൊപ്പം സമരക്കാരുമായി ചർച്ച നടത്തുന്ന ശ്രമത്തിൽ കൂടിയായിരുന്നു അധികൃതർ. സെൻട്രൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ശമ്പള വർധനയും ബോണസ് വർധനയും അംഗീകരിച്ചതോടെയാണ് എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ ജീവനക്കാർ സമരം അവസാനിപ്പിച്ചത്. ചർച്ചയിൽ അദാനി, എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റ് പ്രതിനിധികൾ, യൂണിയൻ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സമരം അന്താരാഷ്ട്ര സർവീസുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. മിക്ക വിമാനങ്ങളും 1 മണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. ലഗേജ് ക്ലിയറൻസിനായി പലർക്കും 2 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്നു. കേന്ദ്ര ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നേരത്തെ പലതവണ ചർച്ച നടന്നെങ്കിലും ശമ്പള പരിഷ്കരണം നടത്താനോ ബോണസ് തീരുമാനിക്കാനോ മാനേജ്മെന്റ് തയ്യാറാകാതിരുന്നതോടെയാണ് സമരം തുടങ്ങാൻ ജീവനക്കാർ തീരുമാനിച്ചത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.